സഹാക്കളെ നമ്മുടെ മുഖ്യമന്ത്രി കടന്നു വരുന്നുണ്ട്. വഴിയിലുള്ള സാഹിത്യ തടസ്സം അത് കടന്നു വരാൻ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കണം. സഹാവിന് സഹാക്കളെ CM-ന് കടന്നു വരാൻ ആവശ്യമായ തരത്തിൽ വഴി ഒരുക്കി കൊടുക്കുക. വഴിമാറി കൊടുക്കണം. സഹാക്കളെ സഖാവ് നമ്മുടെ മുഖ്യമന്ത്രി അടുത്ത ഒരു പൊതുയോഗത്തിലും കൂടി പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് സഖാവിനെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന LDF നേതാക്കളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജനങ്ങൾ വിലയിരുത്താൻ പോകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാടിൻ്റെ ചരിത്രം തിരുത്തിയ ഒരു വിധിയാണ് ജനങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. അത് ശരിയായോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ജനങ്ങൾ വിലയിരുത്തുക. അങ്ങനെയൊരു വിലയിരുത്തലിലേക്ക് കടന്നാൽ 2021 തുടർ ഭരണം LDF-ന് ഏൽപ്പിച്ചതിന് ശേഷം കേരളം എങ്ങനെ മാറി എന്നത് നാം ആദ്യം കാണേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കേരളം എത്തപ്പെട്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ നവംബർ 1 കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന പ്രഖ്യാപനം നാം നടത്തിയപ്പോൾ ലോകം അത്ഭുതത്തോടെയാണത് കേട്ടത്. കാരണം ലോകരാഷ്ട്രങ്ങളിൽ അപൂർവം രാഷ്ട്രങ്ങൾ മാത്രമേ ഈ അതിദാരിദ്ര്യമുക്ത പദവി നേടിയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിന് ഇത് സാധ്യമായത് എന്നതാണ് അവരെ ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയത്. നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം എടുത്താൽ നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളൊരു രാജ്യമാണ്. രാജ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ
അവസാനത്തെ ഭാഗത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ പേര്, ദാരിദ്ര്യത്തിൻ്റെ ഭാഗമായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. അങ്ങനെ ഒരു രാജ്യത്ത് കേരളം പോലൊരു സംസ്ഥാനത്തിന് എങ്ങനെ അതിദാരിദ്ര്യമുക്തമാകാനായി? ഇവിടെയാണ് LDFിൻ്റെ പ്രസക്തി വരുന്നത്. ഇത് LDF അല്ലെങ്കിൽ സാധിക്കുമായിരുന്നോ? നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുണ്ടാകാൻ കാരണം രാജ്യം ഭരിച്ച ഗവൺമെൻറ്റുകളുടെ നയത്തിൻ്റെ ഫലമായിട്ടാണ്. ഇപ്പോൾ ഭരിക്കുന്ന BJP അംഗീകരിച്ച നയം ആഗോളവൽക്കരണ നയം. എല്ലാ പിന്തുണയും കോർപ്പറേറ്റുകൾക്ക്. ജനങ്ങൾക്ക് നേരത്തെ നൽകിയ ആനുകൂല്യങ്ങൾ പോലും പിൻവലിക്കുന്നു. പാവപ്പെട്ടവരെക്കുറിച്ച് ചിന്തയേയില്ല. കോർപ്പറേറ്റുകൾ കൂടുതൽ തടിച്ചു കൊടുക്കുന്നു, പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കുന്നു. ഇത് BJP. അതിനു മുൻപ് രാജ്യം ഭരിച്ചത് കോൺഗ്രസ്. ആരാണ് ഈ ആഗോളവൽക്കരണ നയം ഇവിടെ കൊണ്ടുവന്നത്? അത് കോൺഗ്രസിൻ്റെ സംഭാവനയാണ്. നരസിംഹറാവുവിൻ്റെ കാലത്താണ് ആഗോളവൽക്കരണ നയം അംഗീകരിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് പിന്തുണ നൽകുന്ന കാര്യത്തിൽ കോൺഗ്രസ് BJPയിൽ നിന്നൊരു വ്യത്യാസമില്ല. പാവപ്പെട്ടവരെ പാപ്പരീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും BJPയും വ്യത്യാസമില്ല. ഇതല്ലേ രാജ്യത്തിൻ്റെ അനുഭവം? നമ്മുടെ നാടിൻ്റെ അനുഭവം ഓർത്താൽ മതി. 2011 മുതൽ 16 വരെ ഇവിടെ UDF ഗവൺമെൻറ് ആയിരുന്നല്ലോ. ആ കാലത്ത് രാജ്യത്ത് 2 ഗവൺമെൻറ്റുകളുണ്ടായി. ആദ്യം മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്, പിന്നെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. കോൺഗ്രസും BJPയും, ഇവിടെ UDFും. ഈ 3 ഗവൺമെൻറ്റുകളും ഒരേ നയമായിരുന്നു. അതിൻ്റെ കെടുതിയാണ് ആ കാലത്ത് നാം അനുഭവിച്ചത്. നമ്മുടെ നാട് തകർന്നത്, എല്ലാ മേഖലയും പുറകോട്ട് പോയത്, ഒരു പുരോഗതിയും നാടിനില്ലാതായത്, എല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു. എന്തുകൊണ്ടാണ് 2016 ശേഷം ഈ അവസ്ഥയിൽ മാറ്റം വന്നത്? എന്തുകൊണ്ടാണ് 2021 കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തീരുമാനിക്കുന്നതിനിടയായത്? ഒറ്റ കാരണമേ ഉള്ളൂ, LDF കേരളത്തിൽ അധികാരത്തിലുണ്ടായി. LDF എന്നത് എന്താണ് പ്രത്യേകത? ഈ പറഞ്ഞ നയമല്ല, ആഗോളവൽക്കരണ നയമല്ല, കോൺഗ്രസിൻ്റെയും BJPയുടെയും നയമല്ല LDF നടപ്പാക്കുന്നത്. ബദൽ നയമാണ്. അത് മനുഷ്യപക്ഷത്താണ്, പാവപ്പെട്ടവരോടൊപ്പമാണ്. അതുകൊണ്ടാണ് 64,006 കുടുംബങ്ങൾ അതിദരിദ്രാവസ്ഥയിലുണ്ട് എന്ന് കേട്ടപ്പോൾ അവരെ ആ അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചുകൂടെ എന്ന് LDF ചിന്തിക്കാനിടയായത്. അതിൻ്റെ ഭാഗമായാണ് സർക്കാർ നടപടികൾ സ്വീകരിച്ചത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മികവാർന്ന രീതിയിൽ സഹകരിച്ചു. 64,006 കുടുംബവും അതിദാരിദ്ര്യമുക്തമായതിനു ശേഷമാണ് അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ട് LDF എന്ന് ചോദിക്കുന്നവരോട് ഇതുകൊണ്ടൊക്കെ തന്നെ LDF എന്ന് ജനങ്ങൾ മറുപടി പറയുകയാണ്. അതല്ലേ വസ്തുത?
നമ്മുടെ വിദ്യാഭ്യാസ രംഗം 2011-16 കാലത്ത് എത്ര വൻതോതിലാണ് തകർന്നു പോയത്. പൊതുവിദ്യാഭ്യാസ മേഖല രക്ഷപ്പെടില്ല എന്നല്ലേ കരുതിയത്. ആയിരക്കണക്കിന് സ്കൂളുകളായിരുന്നില്ലേ അടച്ചുപൂട്ടേണ്ട ലിസ്റ്റിൽ. ചിലത് അടച്ചു പൂട്ടിപ്പോയല്ലോ. കുട്ടികൾ നല്ലതുപോലെ കൊഴിഞ്ഞു പോവുകയായിരുന്നില്ല. 5 ലക്ഷം കുട്ടികളല്ലേ കൊഴിഞ്ഞു പോയത്. ഇതൊക്കെ സംഭവിച്ചതല്ലേ ഈ കേരളത്തിൽ. എല്ലാവരും വേദനിച്ചില്ലേ. LDF വന്നപ്പോൾ എന്താ ചെയ്തത്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. നല്ല മാറ്റം പൊതുവെ ഉണ്ടായി. എങ്ങനെയാണ് മാറിയത്? 5000 കോടി രൂപയാണ് അതിനുവേണ്ടി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത്. സ്കൂളുകളെല്ലാം നവീകരിക്കപ്പെട്ടു. 45,000 ക്ലാസ് മുറികളാണ് സ്മാർട്ട് ക്ലാസ്സുകളായത്. സ്കൂളുകൾ ഹൈടെക്കായി. വലിയ സൗകര്യം. അക്കാദമിക് തലത്തിലും മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും മികവാർന്ന പൊതുവിദ്യാഭ്യാസ രംഗം കേരളത്തിൻ്റേത്. നീതി ആയോഗിൻ്റെ അടക്കം പ്രശംസ പിടിച്ചു പറ്റുന്നു. ഇത് LDF അല്ലെങ്കിൽ സാധിക്കുമായിരുന്നോ? 2016-21 കാലം വലിയ തോതിൽ തകർന്നു പോകുന്ന പൊതുവിദ്യാഭ്യാസ മേഖലക്കാണ് പ്രാധാന്യം കൊടുത്തത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയും ശ്രദ്ധിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാര്യങ്ങൾ ആലോചിക്കാൻ അന്നത്തെ വൈസ് ചാൻസലർമാരുടെ യോഗം ചേർന്നു. അവരുടെ ഒരു ചെറിയ ചോദ്യം: ദേശീയ തലത്തിലുള്ള 100 സ്ഥാപനങ്ങൾ, അതിൽ കേരളത്തിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ എത്രയുണ്ട്? ഉത്തരവില്ല. എന്താ കാരണം? ഒന്നുമില്ല. ഇതായിരുന്നു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഭയങ്കര നേട്ടം നേടുന്ന നാടാണ് എന്ന് പൊതുവെ നമ്മളെല്ലാവരും അഭിമാനം കൊള്ളാറുണ്ട്. പക്ഷേ നിലവാരം ഇതായിരുന്നു. അവിടും തുടങ്ങി ഇതിൽ മാറ്റം കുറിക്കാൻ. 2021 തുടർ ഭരണം ജനങ്ങൾ സമ്മാനിച്ചപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റും കേരളം എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രഖ്യാപനം നടത്തി. വെറുതെ പ്രഖ്യാപനമായിരുന്നില്ല. 6000 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറി. അതിൻ്റെ ഭാഗമായി ലാബുകൾ, ലൈബ്രറികൾ, മറ്റ് സൗകര്യങ്ങൾ എല്ലാം വർദ്ധിച്ചു. വലിയ മാറ്റം. കോഴ്സുകൾ മാറി. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വന്നു. കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ അക്കാദമിക് പണ്ഡിതരും വിദഗ്ധരും അടങ്ങുന്ന ഒരു കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചു. അവരുടെ ശുപാർശകൾ വന്നു. 4 വർഷ ഡിഗ്രി കോഴ്സ് നടപ്പാക്കി. ആധുനിക കാലത്തിന് ചേർന്ന കോഴ്സുകൾ വന്നു. ഗവേഷണം വലിയ തോതിൽ പ്രോത്സാഹനം വന്നു. ഇപ്പോൾ എന്താ അവസ്ഥ എന്നറിയോ? രാജ്യത്തെ 6 യൂണിവേഴ്സിറ്റികൾ, ആദ്യത്തെ 6 യൂണിവേഴ്സിറ്റികൾ, ആ 6-ൽ 2 കേരളത്തിൽ നിന്നുള്ളതാണ്. രാജ്യത്തെ 100 കോളേജുകൾ, അതിൽ 18 ഈ കേരളത്തിൽ നിന്നുള്ളതാണ്. മാറിയില്ലേ? മാറ്റം വന്നില്ലേ? നമ്മുടെ യുവത പൊതുവെ ആഗ്രഹിക്കുന്നത് നല്ല നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കോഴ്സുകളാണ്. ഇപ്പോൾ മത്സരാധിഷ്ഠിത ലോകമാണല്ലോ. മത്സരിക്കേണ്ടത് വികസിത രാഷ്ട്രങ്ങളിലെ യുവതയുമായിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള യോഗ്യത ഇവർക്ക് സമ്പാദിക്കണം. ആ യോഗ്യതയാണ് ഇപ്പോൾ നമ്മുടെ യുവത നേടുന്നത്. വിദ്യാഭ്യാസ യോഗ്യത മാത്രമല്ല, അതിനനുസരിച്ചുള്ള നൈപുണ്യവും വർദ്ധിക്കുന്നു. അങ്ങനെ നല്ല വിദ്യാഭ്യാസ യോഗ്യതയും നൈപുണ്യവും സമ്പാദിച്ച നമ്മുടെ യുവത
ആ നേടിയ വിദ്യാഭ്യാസ യോഗ്യതക്കും നൈപുണ്യത്തിനും അനുസരിച്ചുള്ള ജോലി ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ജോലി സൃഷ്ടിക്കപ്പെടുകയാണ്. കേരളത്തിൻ്റെ അന്തരീക്ഷം മാറിയില്ലേ? വലിയ തോതിൽ ബഹുരാഷ്ട്ര കമ്പനികളടക്കം കേരളത്തിലേക്ക് വരികയല്ലേ? നമ്മുടെ വ്യാവസായിക അന്തരീക്ഷം മാറിയല്ലോ. വ്യവസായ സ്ഥാപനങ്ങളും അക്കാദമിക് സ്ഥാപനങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തമ്മിൽ നല്ല ഇഴയെടുപ്പം വന്നിരിക്കുന്നു. പരസ്പര ബന്ധമുണ്ടായിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ യുവതയുടെ ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ്. ആധുനിക കാലത്തെ നമ്മുടെ യുവത ആഗ്രഹിക്കുന്ന സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ ഒരുങ്ങുന്ന നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ LDF അധികാരത്തിലുണ്ടായതുകൊണ്ട് സംഭവിച്ചതല്ലേ? LDF അല്ലെങ്കിൽ സംഭവിക്കുമായിരുന്നോ? 2021 LDFന് തുടർഭരണം ഏൽപ്പിച്ചതിൻ്റെ ഭാഗമായല്ലേ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായത്? നമ്മുടെ നാടിൻ്റെ ആരോഗ്യരംഗം വലിയ തകർച്ചയായിരുന്നില്ലേ നേരത്തെ നേരിട്ടത്? 2016 മികവാർന്ന കേരളത്തിൻ്റെ ആരോഗ്യരംഗം തകർന്നുപോയല്ലോ എന്ന് പരിതപിച്ചവരല്ലേ എല്ലാവരും? എത്ര വേഗമാണ് മാറ്റം വന്നത്! 2016 ഗവൺമെൻറ് ആർദ്രം മിഷൻ നടപ്പാക്കി. അതിലൂടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. കേരളത്തിലെ താലൂക്ക് ആശുപത്രി മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്ന നില വന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രികൾ പ്രത്യേക മാസ്റ്റർ പ്ലാൻ നടപ്പാക്കി. വലിയ മാറ്റമല്ലേ ഉണ്ടായത്? നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങളല്ലേ ഇതൊക്കെ? അതിൻ്റെ ഫലമെന്തായിരുന്നു? കോവിഡ് കാലം. കോവിഡിന് മുന്നിൽ ലോകത്തിലെ അതിസമ്പന്ന രാഷ്ട്രങ്ങളടക്കം മുട്ടുകുത്തി വീണു. പക്ഷേ നമ്മൾ ആ ഘട്ടത്തിലും തലയുയർത്തി നിന്നു. അതാണ് പ്രത്യേകത. കോവിഡിൻ്റെ മൂർധന്യ ദശയിൽ പോലും നമ്മളൊരുക്കിയ സൗകര്യങ്ങൾ, ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ മറികടന്നു പോകാൻ കോവിഡിന് കഴിഞ്ഞില്ല. നമ്മൾ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങളായിരുന്നു അതിന് കാരണം. 2021 തുടർഭരണം സമ്മാനിച്ചപ്പോൾ ആരോഗ്യരംഗം ഒന്നുകൂടി ഉയർന്നു. ഇപ്പോൾ ചില കണക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? ലോകത്ത് നവജാത ശിശുമരണ നിരക്ക് അമേരിക്കയിൽ 5.6, കേരളത്തിലോ 5 എന്ന് പറഞ്ഞാൽ അമേരിക്കയെ കേരളം കവച്ചു വെച്ചിരിക്കുന്നു. ഇതൊക്കെ LDF ആയതുകൊണ്ട് നടന്നതല്ലേ? നാടിനോട് പ്രതിബദ്ധതയുടെ ഒരു മുന്നണി ആയതുകൊണ്ടല്ലേ ഈ മാറ്റങ്ങൾ ഉണ്ടായത്? ഇവിടെ 2016 മുൻപ് നമ്മുടെ കേരളം വ്യവസായ മേഖലയിൽ ഒരു നിക്ഷേപ സൗഹൃദ നാടാവുക എന്നത് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു? നമ്മൾ രാജ്യത്തെ സംസ്ഥാനങ്ങളെ പട്ടികപ്പെടുത്തുമ്പോൾ നമ്മുടെ സ്ഥാനം 28ാമതായിരുന്നു. ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ ഗവൺമെൻറ്റിനൊരു ബാധ്യതയില്ലേ? നാടിനെ എങ്ങനെ പുരോഗതിയിലേക്ക് നയിക്കാൻ പറ്റുമെന്നല്ലേ ഗവൺമെൻറ് ആലോചിക്കേണ്ടത്? അതാണല്ലോ LDF സർക്കാർ ആലോചിച്ചത്. കേരളം പലതിലും ഒന്നാമതാണ്. എന്തുകൊണ്ട് ഇതിൽ നാം പുറകോട്ടാകുന്നു? ശ്രമിച്ചു നോക്കാമെന്ന് കണക്കാക്കി ശ്രമം ആരംഭിച്ചു. ഒരുപാട് നടപടികൾ 2016 ഗവൺമെൻറ് തന്നെ സ്വീകരിച്ചു. 10 നിയമങ്ങൾ ഭേദഗതി ചെയ്തു, 7 നിയമങ്ങൾ ഭേദഗതി ചെയ്തു.
10 ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. നമ്മുടെ വ്യവസായ വകുപ്പ് മാത്രം മാറിയാൽ പോരായിരുന്നു. ഒരുപാട് വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരുടെ എല്ലാം മാനസിക ഘടന മാറണം. അതിനുള്ള ബോധവൽക്കരണം നടന്നു. മാനസിക ഘടനയിൽ മാറ്റം വന്നു. ഏറ്റവും വലിയ പ്രയാസം നിക്ഷേപം നടത്താൻ വേണ്ടി തയ്യാറായി വരുന്ന നിക്ഷേപകൻ അതിന് ശ്രമം ആരംഭിച്ചാൽ പിന്നെ വർഷങ്ങളെടുക്കും. അപ്പോഴേക്ക് ആൾ നിരാശനാവും. ഇതിനെന്താണ് പോംവഴി? പോംവഴി കണ്ടു. നിശ്ചിത നിക്ഷേപം. നിക്ഷേപകന് എല്ലാം ക്രമത്തിലാണെന്ന് ബോധ്യമുണ്ടോ എങ്കിൽ അദ്ദേഹത്തിന് ആ പദ്ധതി ആരംഭിക്കാം. അപ്പോൾ ലൈസൻസോ അനുമതിയോ അതെല്ലാം 3 വർഷം കൊണ്ട് സമ്പാദിച്ചാൽ മതി. നിയമപ്രകാരം ആ സൗകര്യം ഉണ്ടാക്കി. ഇത്രയെല്ലാം ആകുമ്പോൾ 2021 തെരഞ്ഞെടുപ്പ് വന്നു. ജനങ്ങൾ LDFന് തുടർഭരണം സമ്മാനിച്ചു. എവിടെയാണോ തെരഞ്ഞെടുപ്പിന് മുൻപ് അവസാനിച്ചത് അവിടുന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം തുടങ്ങി. മാറ്റം വന്നില്ലേ? കേരളം ഇന്ത്യയിലെ നിക്ഷേപ സൗഹൃദ കാര്യങ്ങളിൽ 1-ാം സ്ഥാനം കേരളത്തിന്. ഒരു വർഷമല്ല, അടുത്ത വർഷവും. എന്താ ഇതിൻ്റെ അവസ്ഥ? ഇപ്പോൾ കൊച്ചിയിൽ നമ്മളൊരു നിക്ഷേപ സംഗമം നടത്തി. എല്ലാവരും അതിൽ പങ്കെടുത്തു. നിക്ഷേപകർ. എത്രയാ വാഗ്ദത്തം? 2 ലക്ഷം കോടി രൂപ. അതിൽ വാഗ്ദത്തം മാത്രമല്ല, ചിലത് നടപ്പാക്കി തുടങ്ങി. നടപ്പാകുന്നു. ഇപ്പോൾ ദാവോസിലൊരു ആഗോള സമ്മിറ്റുണ്ട്. അതിൽ കേരളവും പോയി. കേരളത്തെ അന്വേഷിച്ച ആളുകൾ വന്നു. എത്രയാ വാഗ്ദത്തം? ലോകത്തിലെ വൻകിട ബഹുരാഷ്ട്ര കമ്പനികളടക്കം 1,18,000 കോടി രൂപയുടെ നിക്ഷേപം വാഗ്ദാനമായി വന്നിരിക്കുന്നു. കേരളം മാറുകയല്ലേ? ഈ മാറ്റം LDF ആയതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഈ മാറ്റം ഉണ്ടാകുമായിരുന്നോ? ഇപ്പോൾ നമ്മുടെ നാട് ഈ 10 വർഷം എത്ര ശാന്തം, എത്രമാത്രം സമാധാനപരമായി ജീവിതം നയിക്കാൻ കഴിയുന്നു. ഇങ്ങനെ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന മറ്റൊരിടം രാജ്യത്തുണ്ടോ? കേരളത്തിൽ ജീവിക്കാൻ കൊതിക്കുകയല്ലേ ആളുകൾ? അതല്ലേ നാടിൻ്റെ അവസ്ഥ? വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഇല്ലാത്തൊരു നാട്. കേരളത്തിൽ വർഗീയ സംഘടനകളില്ലേ? വലിയ സംഘടനകളുണ്ടല്ലോ. രാജ്യത്ത് ഏറ്റവും കരുത്തുറ്റ തങ്ങളുടെ സംഘടന കേരളത്തിലാണ് എന്ന് അഹങ്കരിക്കുന്ന വർഗീയ സംഘടന വരെ ഉണ്ടല്ലോ. പക്ഷെ അവർക്കാർക്കും തല പൊക്കാനാവില്ല. കാരണം തല പൊക്കിയാൽ, വർഗീയ സംഘർഷത്തിന് പുറപ്പെട്ടാൽ കർക്കശമായ നടപടി. അതാണ് കേരളത്തിൻ്റെ സമീപനം, LDFൻ്റെ സമീപനം. അതല്ലേ വസ്തുത? അതുകൊണ്ടല്ലേ വർഗീയ സംഘർഷവും കലാപവും ഒഴിവാക്കാൻ പറ്റിയത്? കേരളം വർഗീയ കലാപമില്ലാത്ത നാടായിരുന്നോ? ഏതെല്ലാം കലാപങ്ങൾ! എത്ര ജീവൻ അപഹരിക്കപ്പെട്ടു! എത്ര പേര് മാരകമായി പരിക്കേൽക്കേണ്ടി വന്നു! എന്തെല്ലാം സംഭവങ്ങൾ! വീടുകൾ, സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ ആക്രമിക്കൽ, നശിപ്പിക്കൽ, കൊള്ളയടിക്കൽ എല്ലാം നടന്നില്ലേ ഇവിടെ? എല്ലാറ്റിനും പൂർണ്ണവിരാമം ഈ 10 വർഷം. അതാണ് LDF. LDFന് മാത്രമേ ആ ഒരു അവസ്ഥ സൃഷ്ടിക്കാനാകൂ. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, മതനിരപേക്ഷത സംരക്ഷിക്കണമെന്ന ദൃഢമായ നില, അതിൻ്റെ ഭാഗമായല്ലേ ഇതെല്ലാം സംഭവിക്കുന്നത്. നമ്മുടെ നാട് ഈ തരത്തിൽ വികാസം നേടി എന്ന് പറയുമ്പോൾ ഈ വികസനവും പുരോഗതിയും ഒരു നാട് ആർജിക്കേണ്ടത് സംസ്ഥാനം മാത്രം പങ്കുവഹിച്ചുകൊണ്ടല്ല, അതിൽ പങ്കുവഹിക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനുമുണ്ട്. പക്ഷെ നമ്മുടെ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു പങ്കും വഹിക്കാൻ കേന്ദ്രം തയ്യാറല്ല.
നമ്മളിവിടെ ഒട്ടേറെ ദുരന്തങ്ങൾ നേരിടേണ്ടി വന്ന നിർഭാഗ്യകരമായ ഒരവസ്ഥയുണ്ടായ നാടാണ്. 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, തൊട്ടു പിന്നാലെയുണ്ടായ അതിരൂക്ഷമായ കാലവർഷക്കെടുതി, അത് കഴിഞ്ഞൊന്ന് ശ്വാസം കഴിക്കാൻ നേരം കിട്ടുന്നതിന് മുൻപ് ലോകത്തെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി, അതിനെല്ലാം മുൻപ് ഓഖിയും നിപ്പയും എല്ലാം കൊണ്ട് കേരളത്തെ തകർത്തെറിയുകയായിരുന്നു. നൂറ്റാണ്ടിലെ മഹാപ്രളയം വന്നപ്പോൾ നമ്മുടെ നാട് തകരുന്നുവെന്ന് കണ്ട് കേരളത്തെ സ്നേഹിക്കുന്നവരെല്ലാം വേദനിച്ചു. നമുക്ക് സഹായം വേണമായിരുന്നു. കേന്ദ്രം സഹായിക്കാൻ തയ്യാറായില്ല. ചില രാജ്യങ്ങൾ നമ്മെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ്. ഇതെല്ലാം നമ്മൾ അനുഭവിച്ചതല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു മനോഭാവം വന്നത്? രാജ്യത്ത് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്തരം ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് മാത്രമാണല്ലോ ഈ ദുരനുഭവം ഉണ്ടായത്. ഇത് മാത്രമാണോ? ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം, എല്ലാവരും പ്രതീക്ഷിച്ചു സഹായമുണ്ടാകുമെന്ന്. ഒരു സഹായവും ഉണ്ടായില്ല. ദുരന്ത കാര്യങ്ങൾ മാത്രമല്ല, സംസ്ഥാനത്ത് ലഭിക്കേണ്ട ന്യായമായ വിഹിതമുണ്ട്. നമ്മുടെ ജനസംഖ്യ രാജ്യത്തെ ജനസംഖ്യയുടെ 2.5%. നമ്മുടെ നികുതി വീതം 1.9. ജനസംഖ്യാനുപാതികമായി നികുതി വീതം നമുക്ക് ലഭിക്കണ്ടേ? അതുമില്ല. വലിയ കുറവ്. ഇതിൽ മാത്രമാണോ? സാധാരണഗതിയിൽ കേന്ദ്രത്തിന് ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും ഇവിടെ കുറവ്, അവഗണന. കടം, നാടിൻ്റെ വികസനത്തിനാണ് വായ്പയെടുക്കുന്നത്. വായ്പയെടുക്കുന്ന പണത്തിൽ 90%-ലധികം വികസന മൂലധന നിക്ഷേപമാണ്. അത് തന്നെ നാടിന് പിന്നെ വരുമാനമുണ്ടാക്കും. നമ്മളെ കാര്യത്തിൽ കടമെടുപ്പിന് അന്യായമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്ന്. പരിധി നിശ്ചയിച്ചു, അത് വെട്ടിക്കുറച്ചു. കിഫ്ബിയുടെ വായ്പ സംസ്ഥാനത്തിൻ്റെ കടമായിട്ട് പരിഗണിച്ച് അതും കുറച്ചു. കിഫ്ബിയെ പോലെ തന്നെയുള്ളതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി. അവരെടുക്കുന്ന കടത്തിന് കേന്ദ്ര ഗവൺമെൻറ് കടമായിട്ട് പരിഗണിക്കുന്നില്ല. എന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയില്ല. എല്ലാം എന്ത് സമീപനം? കേരളം രക്ഷപ്പെടരുത്, കേരളം മുന്നോട്ട് പോകരുത്, കേരളം തകരട്ടെ, ആ ഒരു സമീപനം. ഇത്തരമൊരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കോൺഗ്രസും UDF-ഉം സ്വീകരിച്ച നിലയെന്താ? 2016 വരെ ഈ കേരളം മാറി മാറി ഭരിച്ചവരല്ലേ അവർ? വിവിധ ഘട്ടങ്ങളിൽ കേരളത്തോടൊപ്പം നിന്നോ? അവർ കേരളത്തിന് താല്പര്യം സംരക്ഷിക്കാൻ ഇറങ്ങിയോ? കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ സമീപനം സ്വീകരിക്കുമ്പോൾ, നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കുമ്പോൾ അരുത് എന്ന് പറയാൻ ഏതെങ്കിലും ഒരു പാർലമെൻറ്റ് മെമ്പർ പാർലമെൻറ്റിൽ തയ്യാറായോ? എന്താണ് അവർക്ക് പ്രശ്നം? BJP-യുടെ വിരോധം എങ്ങനെ അവരിലേക്കും സംക്രമിച്ചു? BJP-യുടെ വിരോധത്തിന് എന്താണ് കാരണം? BJP-ക്ക് വിരോധം RSS ആണ്. BJP-യുടെ നേതൃത്വം. RSS-നെയും BJP-യെയും കേരളം അംഗീകരിക്കുന്നില്ല. രാജ്യത്ത് പലയിടത്തും അവർക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ കേരളം ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സഹോദരന്മാരായി കഴിയുന്ന നാടാണ്. മതനിരപേക്ഷതയുടെ വിളനിലമാണിത്. ഇവിടെ RSS-നും BJP-ക്കും സ്വീകാര്യതയില്ല. ആ വിരോധം പകയായി, വിദ്വേഷമായി മാറുന്നു. അതിൻ്റെ ഭാഗമായി കേരളവും കേരളീയരും തകരട്ടെ എന്ന നിലപാട് BJP-യുടെ നിലപാടിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു. എങ്ങനെയാണ്
കോൺഗ്രസിലും UDFിലും അത് സംക്രമിച്ചെത്തിയത്? കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ സമീപനത്തിനെതിരെ അക്ഷരം സംസാരിക്കാൻ തയ്യാറായോ? ഞങ്ങൾ വിവിധ പ്രക്ഷോഭം ഇതിനെതിരെ നടത്തേണ്ടി വന്നു. ആ ഘട്ടത്തിൽ കോൺഗ്രസിനെ UDF നേതാക്കളെയും ക്ഷണിച്ചു. ഇത് കേരളത്തിൻ്റെ പൊതുപ്രശ്നമാണല്ലോ, നമുക്ക് ഒന്നിച്ച് പ്രക്ഷോഭം നടത്താം. ഇല്ല, ഞങ്ങളില്ല. എന്താണ് അവർക്ക്? BJPയുടെ മനസ്സിന് നേരിയ മുഷിച്ചൽ പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധം. ഇതല്ലേ ഉണ്ടായത്? ഇവരാഗ്രഹിച്ചത്, BJP ആഗ്രഹിച്ചത്, കോൺഗ്രസ് ആഗ്രഹിച്ചത്, UDF ആഗ്രഹിച്ചത് കേരളത്തിൻ്റെ തകർച്ച. നമുക്ക് തകരാൻ പറ്റുമായിരുന്നോ? നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ആ അതിജീവനം നാം നടത്തി. ലോകവും രാജ്യവും അത്ഭുതാതരങ്ങളോടെ നോക്കിക്കാണുമാറുള്ള അതിശക്തമായ അതിജീവനം എങ്ങനെ സാധ്യമായി ഈ നാടിന് എന്ന് പലരും അത്ഭുതപ്പെട്ടു. നമുക്കതിൽ ആശ്ചര്യമില്ല. നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും, അതിലൂടെയാണ് നാം ഇത് നേരിട്ടത്, അതിജീവനം നടത്തിയത്. അസാധ്യമായതൊന്നുമില്ല എന്ന നില ഈ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഭാഗമായി നമുക്കുണ്ടായി. ഇതാണ് നമ്മുടെ അനുഭവം. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ജനങ്ങളുടെ ക്ഷേമവും നാടിൻ്റെ മുന്നേറ്റവുമാണ് കണക്കാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്, ജനങ്ങളെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അതേ നിലപാട് തന്നെയാണ്, അതേ നിലപാടോടുകൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. ജനങ്ങൾക്ക് ഈ സ്വീകരിച്ച എല്ലാ കാര്യങ്ങളോടും പൂർണ്ണമായ സഹകരണമുണ്ട്, അതിനെല്ലാം പിന്തുണയുണ്ടായിട്ടുണ്ട്. ഇനിയും നല്ല പിന്തുണയുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഇപ്പോൾ 3 പേരാണ് ഈ വേദിയിലുള്ളത്. ആരെയും ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടുത്തെ സേവ്യർ, കുന്നംകുളത്ത് AC മൊയ്തീൻ, നമ്മുടെ പ്രദീപ് ചേലക്കര, ഇവരെല്ലാം നല്ല നിലയിൽ കാര്യങ്ങൾ നടത്തിയതാണ്. എല്ലാവരെക്കുറിച്ചും നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. AC മൊയ്തീൻ ഒരു ഘട്ടത്തിൽ മികവാർന്ന രീതിയിൽ കേരള മന്ത്രിസഭയിൽ പ്രവർത്തിച്ചയാളാണ്. എല്ലാവരെയും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. അടുത്തതായി CPIയുടെ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഈ പൊതുസമ്മേളനത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.